എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് എപ്പിസോഡും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ അച്ചമ്മയുടെ 80ാമത്തെ ജന്മദിനം നമ്മുടെ സച്ചിയും രേവതിയും അതുപോലെ രവിയും മക്കളും ഒക്കെ ചേർന്ന് വളരെ ഗംഭീരമാക്കി നടത്താൻ തീരുമാനിക്കുകയാണ്. അതിന് കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും ഒക്കെ രവി ചുമതലപ്പെടുത്തി. അങ്ങനെ അച്ചമ്മ നാട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ സച്ചിയാണ് അച്ചമ്മയെ പോയി കൂട്ടുന്നത്. ഇതിനു മുന്നേ നമ്മുടെ സച്ചിക്കാണെങ്കിൽ ചന്ദ്രമതി വഴി ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും വേറൊരു സ്റ്റോറിയാണ്, അതെന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും. അങ്ങനെ സച്ചി അച്ചമ്മയെ കൂട്ടാനായിട്ടൊക്കെ വന്നു. അച്ചമ്മ കാറിലും ഒക്കെ കയറി കഴിയുമ്പം സച്ചിയോട് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് എൻ്റെ സച്ചിക്ക് പറ്റിയത്? സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അച്ചമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എന്നെ ഒന്ന് എടുത്ത് പൊക്കാറൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? എന്തോ ഒരു സങ്കടം ഉള്ളതുപോലെ. അപ്പം സച്ചി പറയുന്നുണ്ട്, ഒന്നുമില്ല അച്ചമ്മ, ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അച്ചമ്മയുടെ പിറന്നാളാണല്ലോ, അതുകൊണ്ട് അച്ചമ്മ എത്രമാത്രം ഹാപ്പിയാണെന്നൊക്കെ ചോദിക്കുമ്പം, മോനെ ഇത്രയും നല്ലൊരു പിറന്നാൾ ആഘോഷം നിങ്ങളെല്ലാവരും കൂടെ സംഘടിപ്പിക്കുമെന്ന് അച്ചമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്തായാലും നിങ്ങളെപ്പോലെയുള്ളൊരു കൊച്ചുമക്കളെയും എൻ്റെ രവിയെ പോലെയുള്ളൊരു മകനെയും ഒക്കെ എനിക്ക് കിട്ടിയില്ലേ, അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും പറഞ്ഞ് അച്ചമ്മ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ സച്ചിയാണെങ്കിൽ പല കാര്യങ്ങളും ആലോചിക്കുക. അച്ചമ്മയ്ക്ക് വേണ്ടി സച്ചിയും രേവതിയും കൂടെ ഒരു സ്വർണ്ണമാല വാങ്ങാൻ വേണ്ടി ഒരു ജ്വല്ലറിയിലൊക്കെ പോയായിരുന്നു. പക്ഷേ അവിടെ വെച്ച് രേവതിയുടെ സ്വർണം അങ്ങോട്ട് കൊടുത്തിട്ട് പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചാണ് രണ്ടുപേരും ചെന്നത്. അവിടെ ചെല്ലുന്ന സമയത്താണ് നമ്മുടെ രേവതിക്ക് ഗിഫ്റ്റ് കിട്ടിയ സ്വർണം അത് മുക്കുപണ്ടമാണെന്നൊക്കെ അറിയുന്നതും ആ ജ്വല്ലറിക്കാരും സച്ചിയും രേവതിയും ഒക്കെ തമ്മിൽ വലിയൊരു വിഷയമൊക്കെ ഉണ്ടാവുന്നതും ആ കാരണം കൊണ്ട് അച്ചമ്മയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ പറ്റാതെ നമ്മുടെ സച്ചിയും രേവതിയും സങ്കടപ്പെട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ സച്ചിയെ ശരിക്കും വേദനിപ്പിക്കുന്നുമുണ്ട്. അച്ചമ്മ എന്ന് പറഞ്ഞാൽ സച്ചിക്ക് അമ്മയെക്കാട്ടിലും പ്രിയപ്പെട്ടതായതുകൊണ്ട് തൻ്റെ അച്ചമ്മയുടെ 80ാം പിറന്നാളിന് താൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സച്ചി ഭയങ്കര ടെൻഷനിലുമാണ്. അങ്ങനെ ഇവർ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അച്ചമ്മയോട് സച്ചി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അച്ചമ്മ പറഞ്ഞു, മോനെ എന്തായാലും എല്ലാവരും ഉണ്ടല്ലോ, എനിക്ക് ഈ നിമിഷം മരിച്ചു പോയാലും സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത്രയും നല്ല ആൾക്കാരും എൻ്റെ കൊച്ചുമക്കളും എല്ലാവരും കൂടി എനിക്ക് വേണ്ടി ഇത്രയും നല്ലൊരു സന്തോഷം തരുന്നുണ്ട്. അല്ല നീ എന്ത് ഗിഫ്റ്റാണ് അച്ചമ്മയ്ക്ക് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്നത്? നീയും അതുപോലെ നമ്മുടെ ശ്രീകാന്തും സുധിയും ഒക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരാതെ ഇരിക്കില്ലല്ലോ. നിങ്ങൾ എനിക്ക് തരുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അച്ചമ്മ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഒരു സിഗ്നൽ സൈഡ് വരുന്ന സമയത്ത് അവിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ബൈക്കിൽ ഇങ്ങനെ പോവാണ്. അപ്പം ആ ഭാര്യയുടെ ദേഹത്ത് നിറച്ച് സ്വർണം കാണുന്ന സമയത്ത് നമ്മുടെ അച്ചമ്മ പറയാണ്, അല്ല മോനെ ഈ നാട്ടിൽ ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടോ ആൾക്കാർ? എന്തല്ലേ എത്രമാത്രം സ്വർണ്ണമാണ് ആ പെണ്ണ് അണിഞ്ഞിരിക്കുന്നത്? അല്ല മോനെ ആരെങ്കിലും കള്ളന്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരിതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോവില്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പം എൻ്റെ അച്ചമ്മ അതിനിപ്പോൾ സ്വർണ്ണം ഏതാണ് മുക്കുപണ്ടം ഏതാണെന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ മോനെ നീ പറഞ്ഞത്. അപ്പം സച്ചിയുടെ മനസ്സിൽ സച്ചിയുടെ രേവതിയുടെ സ്വർണം മുക്കുപണ്ടമാക്കിയത് ആരോ കളിച്ച കളിയാണ് എന്നുള്ള രീതിയിൽ സച്ചിയുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ചെയ്തത് ആരായാലും താൻ കണ്ടെത്തും എന്നുള്ള രീതിയിൽ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം മോനെ വണ്ടിയൊക്കെ എടുത്തു തുടങ്ങി, വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും യാത്ര തുടർന്നു. വീട്ടിലെത്തിയ സമയത്താണെങ്കിൽ രേവതി അച്ചമ്മയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആരതിയൊക്കെ ഒഴിയാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാണ്. അങ്ങനെ അവൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ചന്ദ്രമതി വന്നു. ചന്ദ്ര വന്നിട്ട് പറയാണ്, അതെ ഇതൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്ക് വേറെയും 2 മക്കളുണ്ട്. എൻ്റെ 2 മരുമക്കള് ശ്രുതിയും അതുപോലെ തന്നെ വർഷയും ഉണ്ട്. അവർ രണ്ടുപേരും കൂടി അച്ചമ്മയെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കും. നീ ഇവിടെ എങ്ങാനും നിന്ന് ഈ കാഴ്ചയൊക്കെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. രേവതിക്ക് വലിയ സങ്കടമൊക്കെ ആയിട്ടോ. എന്നാലും തൻ്റെ അമ്മയോട് ഒരക്ഷരം പോലും പറയാതെ പുള്ളിക്കാരി അവർ പറഞ്ഞതുപോലെ തന്നെ ആരതിയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി അച്ചമ്മയോട് പറഞ്ഞു, അച്ചമ്മ ഇവിടെ ഒന്ന് നിൽക്ക്, ഞാൻ രേവതിയെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൾ ആരതി തട്ടുമായിട്ട് വരും, അവൾ അച്ചമ്മയെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞ് അച്ചമ്മയെ അകത്തോട്ട് കയറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പം വരുമ്പോൾ കാണുന്ന കാഴ്ചയോ നമ്മുടെ ശ്രുതിയും വർഷയും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടിയാണ് ആരതി ഒഴിയാൻ വരുന്നത്. അപ്പം ഇതിലെന്തോ ഒരു കളി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സച്ചിക്ക് ഫീൽ ചെയ്തു. സച്ചി അച്ചമ്മയോട് പറഞ്ഞു, അച്ചമ്മ തട്ടൊക്കെ റെഡിയാക്കി വെച്ചത് എൻ്റെ രേവതിയാണ്, പക്ഷേ ഇതാ ഒഴിയാനായിട്ട് വന്ന ആൾക്കാർ ഇതിലൊന്നും വലിയ പരിചയമുള്ള ആൾക്കാരല്ലല്ലോ എന്ന് പറഞ്ഞതും നമ്മുടെ വർഷ പറയാണ്,
രേവതി ചേച്ചി ദേ ഞങ്ങളോടൊപ്പം വാ, ചേച്ചിയും കൂടി വാ, എനിക്കിത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്നും പറഞ്ഞ് അവൾ വിളിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി പറഞ്ഞു, അതിൽ വലിയ കാര്യമൊന്നും ഇല്ല മോളെ, ഇതിപ്പോ എന്നാ അറിയാനാ, മോള് അതിങ്ങനെ കറക്കിയാ മതി, അതെ ശ്രുതി അവൾക്കൊന്ന് കാണിച്ചു കൊടുക്കെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോടും പറയാണ്. അച്ചമ്മക്ക് കാര്യം പിടികിട്ടി. അച്ചമ്മയാണെങ്കിൽ എനിക്ക് എൻ്റെ 3 കൊച്ചുമക്കളും കൂടി ആരതി ഒഴിയുന്നതാണ് സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്കിനും രേവതി മടിച്ചു നിന്നിട്ടാണെങ്കിലും അച്ചമ്മയുടെ നിർബന്ധപ്രകാരം അവളും അവിടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ നമ്മുടെ അച്ചമ്മയെ സ്വീകരിച്ചു. വലിയ കാര്യമായി. അപ്പം സച്ചിക്കാണെങ്കിൽ അച്ചമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്നറിയാതെ സച്ചി ആകെ മൊത്തം സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. രേവതി ആണെങ്കിൽ അച്ചമ്മയ്ക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പം സച്ചി അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അല്ല നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് അച്ചമ്മയ്ക്ക് കൊടുക്കുമല്ലോ, നമുക്ക് കൊടുക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ, എന്നെ ചതിച്ചവൻ ആരാണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ അവനെ ഞാൻ തീർത്തിരിക്കുമെന്നുള്ള രീതിയിൽ സച്ചി ഇങ്ങനെ സംസാരിക്കുമ്പം രേവതിയാണെങ്കിൽ നിങ്ങളെ ഇനി ആ കാര്യം വിട്ടില്ലേ, നിങ്ങൾ എന്തിനെങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുമ്പോഴത്തേക്കിനും ഇല്ലടി ഇല്ല, നിന്നെയും എന്നെയും ഒക്കെ ചതിച്ചത് അത് മിക്കവാറും ഈ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിച്ചു. പിന്നെ ആണെങ്കിലോ ഇനി വൈകുന്നേരമാണ് ഫംഗ്ഷൻ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പുറത്തേക്ക് പോവാ, എനിക്ക് മനസ്സമാധാനം ഇല്ല, ഞാൻ പുറത്ത് പോയിട്ട് ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ വരാമെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോയി. അച്ചമ്മയാണെങ്കിലും ആ ഹാളിലെത്തി അവിടുത്തെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കിനും പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ. പുള്ളിക്കാരി ഇങ്ങനെ ചുറ്റുപാടും നോക്കിയിട്ട്, എൻ്റെ രവി ഇത് എന്തൊക്കെയാണ്, നീ ഇത്രയൊക്കെ ഒപ്പിക്കാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണുമെന്നൊക്കെ പറഞ്ഞു. അതേ എൻ്റെ അമ്മ കാരണമല്ലേ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായത്, ദേ അമ്മയുടെ കൊച്ചുമക്കളൊക്കെ എൻ്റെ അമ്മ ചെയ്ത നന്മയുടെ ഫലമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കലാവതി മുത്തശ്ശി കെട്ടിപ്പിടിച്ച് രവി ഉമ്മ കൊടുക്കുകയാണ്. അപ്പൊ സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ സച്ചി നിനക്ക് എന്താ പറ്റിയത്, സാധാരണ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ, എന്ത് സങ്കടം ഉണ്ടെങ്കിലും അച്ഛമ്മയുടെ അടുത്ത് വന്ന് പറയുന്ന മോനാണല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പം ഒന്നുമില്ല അച്ഛമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഓട്ടം വന്നിട്ടുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇവൻ യാത്ര പറഞ്ഞു പോവുകയാണ്. അവനിപ്പം യാത്ര പറഞ്ഞു പോയ സമയത്ത് നമ്മുടെ രവി പറയുന്നുണ്ട്, അവൻ എന്താണെന്ന് അറിയില്ലമ്മേ, 2 ദിവസമായിട്ട് എന്തോ ഒരു വിഷമമൊക്കെ ഉണ്ട്, ഞാനും ചോദിച്ചിട്ട് അവനൊന്നും വിട്ടു പറയുന്നില്ല. എടാ ഇനി പഴയതുപോലെ രേവതി മോളുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടോ എന്ന് അച്ഛമ്മ ചോദിക്കുകയാണ്. അതൊന്നും ഇല്ല, അവർ തമ്മിൽ ഇപ്പം നല്ല സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് രവി ആ കാര്യങ്ങളൊക്കെ അച്ഛമ്മയോട് പറഞ്ഞു. അപ്പം ചന്ദ്രമതി ആണെങ്കിൽ ഇവരെന്നതാ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ വന്ന് ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുകയാണ്. അപ്പം അച്ഛമ്മ മറ്റു കൊച്ചുമക്കളെയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്കിനും അതെ എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടാകുമല്ലോ, ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതാരാണോ എനിക്ക് തരുന്നത് അവർക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇത് എന്ത് ഗിഫ്റ്റ് ആണെന്നും ഇത് എന്തായിരിക്കും അച്ചമ്മയാകുമ്പോഴത്തേക്കിനും കുറച്ച് കനത്തിൽ തരുമല്ലോ, ഈ ഒരു ചിന്തയിൽ എല്ലാ കൊച്ചുമക്കളും അതുപോലെ നമ്മുടെ ചന്ദ്രമതിയും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്തായാലും അമ്മ എന്തെങ്കിലുമൊക്കെ തരാതിരിക്കില്ല, അപ്പം ഈ തരുന്നത് എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശ്രുതി അതുപോലെ തന്നെ സുധിയും കൂടി ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നുള്ള രീതിയിൽ ഇവരും ഇങ്ങനെ ആലോചിക്കുകയാണ്. ശ്രീകാന്തിനും വർഷയ്ക്കും ഒക്കെ ഇത് തന്നെയാണ് ആഗ്രഹം, രേവതി മാത്രം തങ്ങൾക്കൊന്നും അച്ചമ്മയ്ക്ക് കൊടുക്കാനില്ലല്ലോ. ആ ഒരു സങ്കടത്തിൽ അവളിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. തൻ്റെ അച്ചമ്മയെ തങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അച്ചമ്മ പറഞ്ഞു, ദേ എല്ലാവരും ഇപ്പൊ തന്നെ പോയി ആലോചിച്ചോ, ഞാൻ ഇവർ കുട്ടിക്കാലം തൊട്ടേ ഇവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു മത്സരമുണ്ട്, അതിൽ വിജയിക്കുന്നത് മിക്കവാറും എൻ്റെ സച്ചി തന്നെ ആയിരിക്കും. എന്നാലും ദേ ഇപ്പം ഈ സമയം എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് ആരാണെന്നുള്ളത് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. രവി നീയും ഇതിലുണ്ട്, ഈ മത്സരത്തിൽ നീയും ഉണ്ട്, ചന്ദ്രേ നീയും ഉണ്ടെന്നും പറഞ്ഞ് ചന്ദ്രയോടും പറഞ്ഞു. അപ്പം എല്ലാവരും ആ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ ദാ ഇതിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇതൊക്കെ വരാനിരിക്കുന്ന കഥകളാണ്, അതുകൊണ്ട് എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്